ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ RPF പരീക്ഷയുടെ മുൻവർഷങ്ങളിലെ ചില ചോദ്യങ്ങളാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ RPF കോൺസ്റ്റബിൾ അതേപോലെ RPF SI പരീക്ഷകളിൽ നിന്നും ഈ രണ്ട് പരീക്ഷകളിൽ നിന്നുമുള്ള ചോദ്യങ്ങൾ ഈ ഒരു ക്ലാസ്സിലുണ്ട്. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. മക്കളെ, ആദ്യത്തെ ചോദ്യം ഇതാണ്. ABC invested rupees 10,000, rupees 12,000, rupees 15,000 respectively for 5, 6 and 9 months in a business. If A's share in profit is 2,500, then the total profit is. ഇതാണ് ചോദ്യം. അപ്പം ഈ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഇംഗ്ലീഷിലും അതേപോലെ മലയാളത്തിലും ഈ ചോദ്യങ്ങൾ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പിന്നെ എല്ലാവർക്കും അത് മനസ്സിലായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് നമ്മൾ ഈ ഇംഗ്ലീഷിലുള്ള ചോദ്യങ്ങൾ എടുക്കുന്നത്. അപ്പോൾ ആ ചോദ്യങ്ങൾ ഇംഗ്ലീഷിലുള്ള ചോദ്യങ്ങളിലൂടെ നിങ്ങൾ പഠിച്ചിരിക്കുന്നത് വളരെ അത് നിങ്ങളെ സഹായിക്കും. അപ്പോൾ അത് മറ്റ് പരീക്ഷകൾക്കുമൊക്കെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്നുള്ളതുകൊണ്ടാണ് ഈ ഇംഗ്ലീഷിലുള്ള ചോദ്യങ്ങൾ എടുക്കുന്നത്. മറ്റൊരു കാര്യം, നമ്മൾ ഇംഗ്ലീഷിലും മലയാളത്തിലും ചോദ്യങ്ങൾ സ്ലൈഡിലേക്ക് ഉൾപ്പെടുത്തിയാൽ PPTയിലേക്ക് നമ്മൾ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ധാരാളം സ്പേസ് അത് എടുക്കും. പിന്നെ നമുക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള സ്പേസ് കുറയും. അപ്പോൾ അതുകൊണ്ട് അതും ഒരു കാരണമാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ചോദ്യത്തിലേക്ക് നോക്കാം. സോ ABC ഇൻവെസ്റ്റഡ് rupees 10,000, rupees 12,000 and 15,000. അപ്പോൾ നമ്മളിവിടെ നോക്കുമ്പോൾ A, B, C ഇവർ A 10,000, B 12,000, C 15,000. ഇതാണ് ഇവരുടെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. ഇത് ഓരോരുത്തരും ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് 5 മാസം, 6 മാസം, 9 മാസം. പാർട്ട്ണർഷിപ്പുമായി ബന്ധപ്പെട്ട് വളരെ വിശദമായിട്ടുള്ളൊരു ക്ലാസ് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടു നോക്കുക. പാർട്ട്ണർഷിപ്പിൽ പ്രോഫിറ്റ് കൊടുക്കുന്നത് എപ്പോഴും ക്യാപിറ്റലിൻ്റെയും ടൈമിൻ്റെയും റേഷ്യോ നോക്കിയിട്ടാണ്. അപ്പോൾ നമ്മൾ ക്യാപിറ്റലും ടൈമും എത്രയാണ് എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഇതിനകത്തിൽ ക്യാപിറ്റൽ പറഞ്ഞിട്ടുള്ളത് എയും ബിയും സിയും ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് 10,000, 12,000, 15,000 ആണ്. അപ്പം നമുക്ക് റേഷ്യോ ആക്കണമല്ലോ. അപ്പോൾ 10,000 എന്ന് എഴുതിയാലും നമ്മൾ 1000 കൊണ്ട് ഹരിച്ച് 10,000-നെയും 12,000-നെയും 15,000-നെയും 1000 കൊണ്ട് ഹരിച്ച് നമുക്ക് 10ഉം 12ഉം 15ഉം ആക്കി അതിനെ എഴുതാം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അവിടെ 10, 12, 15 എന്ന് എഴുതിയത്. നിങ്ങൾ 10,000-ഉം 12,000-ഉം 15,000-ഉം എഴുതുവാണെങ്കിൽ നിങ്ങൾക്ക് അതിനെ എന്തായാലും ആ പൂജ്യങ്ങൾ വെട്ടിക്കളഞ്ഞ് റേഷ്യോ ആക്കി എഴുതേണ്ടി വരും. പോട്ടെ, ഇനി അങ്ങനെ എഴുതിയില്ല എന്ന് വേണ്ട, ഞാനും അങ്ങനെ എഴുതി തന്നെ പറഞ്ഞുതരാം. 10,000, 12,000, 15,000. ഓക്കെ. ഇനി ഓരോരുത്തരും ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്താണ്? A 5 മാസത്തേക്ക്, B 9 മാസത്തേക്ക്, B 6 മാസത്തേക്ക്, C 9 മാസത്തേക്ക്. എന്തുകൊണ്ടാണ് മൾട്ടിപ്ലൈ എന്ന് ചോദിച്ചാൽ ക്യാപിറ്റൽ ഇൻറ്റു ടൈം ആണ് പ്രോഫിറ്റിന്റെ റേഷ്യോ. അപ്പം റേഷ്യോ ആക്കുമ്പോൾ നമ്മൾ എല്ലാത്തിനെയും പൊതുവായിട്ടുള്ള സംഖ്യകൾ കൊണ്ട് ഹരിക്കുന്നു. അപ്പം ഞാനിവിടെ എല്ലാത്തിനെയും 10,000 കൊണ്ട് ഹരിക്കുന്നു. 10,000 അല്ല, 1000 കൊണ്ട് ഹരിക്കുന്നു. അപ്പോൾ 10,000 എന്നുള്ളത് 10 ആവുന്നു. 10 × 5, ഇവിടെ 12 × 6, ഇവിടെ 15 × 9. സോ ഇനി നമുക്ക് ചെറുതാക്കാൻ പറ്റുമോ? ഇല്ല, കോമൺ ഫാക്ടേഴ്സ് ഇവർക്കില്ല. അപ്പോൾ 50:72 15 × 9 എന്ന് പറയുമ്പോൾ നമുക്ക് 135. അപ്പോൾ ഇങ്ങനെ ഒരു റേഷ്യോ നമുക്ക് കിട്ടും. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ടോട്ടൽ പ്രോഫിറ്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിൽ ഒരാളുടെ ഷെയർ തന്നിട്ടുണ്ട്. എയുടെ ഷെയർ 2,500 ആണ്. സോ എ എന്ന് പറയുമ്പോൾ 50 ആണ്. സോ 50 എന്ന് പറയുന്നത് 2,500 ആണ് അല്ലേ? അപ്പോൾ 50 എന്ന് പറയുന്നത് എത്ര എന്ന് പറഞ്ഞിട്ടുണ്ട്? 2,500 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 1 എത്ര ആണെന്ന് നമ്മൾ കണ്ടുപിടിക്കും. 2,500 ഡിവൈഡഡ് ബൈ 50 എത്ര കിട്ടും? 50 എന്ന് കിട്ടും. സോ 1ന്റെ വാല്യൂ നമുക്ക് എത്ര കിട്ടി? 50 എന്ന് കിട്ടി. 1 എന്ന് പറയുന്നത് എത്ര? 50. ചോദ്യം എന്തുവാ? ടോട്ടൽ പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ ആകെ ലാഭം അവർ വീതിക്കുന്നത് ഈ റേഷ്യോയിലല്ലേ? അതായത് 50:72:135. അപ്പോൾ 50ഉം 72ഉം 135 കൂടെ കൂട്ടുമ്പോൾ കിട്ടുന്ന എത്രയാണോ അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. കാരണം അതായിരിക്കും ടോട്ടൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. സോ 50ഉം 72ഉം 135ഉം എല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 257 എന്ന് കിട്ടും. സോ 257 എത്ര എന്ന് കണ്ടുപിടിച്ചാൽ മതി. ഒന്നിന്റെ വില 50 എന്ന് അറിയാം നമുക്ക്. അപ്പോൾ 257 എന്ന് പറയുമ്പോൾ 50 × 257 എത്ര കിട്ടും? 50നെ 257 കൊണ്ട് ഗുണിച്ച് നോക്കുക, എത്ര കിട്ടും നോക്കാം. 12,750 എന്ന് നമുക്ക് ആൻസർ കിട്ടും. സോ ആൻസർ എത്രയാണ്? 12,750. ഓപ്ഷനിലുണ്ടോ? ഉണ്ട്. ഓപ്ഷൻ സി ഓപ്ഷൻ. യെസ്, ശരിയാണോ? യെസ്. സോ ആൻസർ എത്രയാണ്? 12,750. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്ത് പോവാം. സോ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം ഇതാണ്, വളരെ എളുപ്പമാണ്. 10:16 അങ്ങനെയാണെങ്കിൽ 30:y എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് 10 എങ്ങനെ 16 ആയി? പെട്ടെന്ന് നോക്കുമ്പോൾ നമുക്ക് പറയാം × 1.6 ആണെന്ന്.
അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുക, ഇൻറ്റു 1.6. അപ്പോൾ എത്ര കിട്ടും? 30 ഇൻറ്റു 1.6 എത്രയാണ്? 16 3 48 അല്ലേ? അപ്പോൾ എത്ര കിട്ടും? 48 എന്ന് ആൻസർ കിട്ടും. സോ ആൻസർ എത്ര? 48. ഇനി അതല്ല, നിങ്ങൾക്ക് വേറെ രീതിയിലും ചെയ്യാം. 10:16 എന്ന് പറയുമ്പോൾ നമുക്ക് റേഷ്യോ ആക്കി അതിനെ എങ്ങനെ എഴുതാം? 10ന്റെ പകുതി 5, 16ന്റെ പകുതി 8, 5:8. അപ്പം ഈ 5:8 എന്ന് പറയുന്ന റേഷ്യോ ആയിരിക്കും ഏത്? 30:y എന്ന് പറയുന്നത്. അതിൽ 5നെ എത്ര കൊണ്ട് ഗുണിച്ചാലാണ് 30 കിട്ടുക? 6 കൊണ്ട് ഗുണിച്ചാൽ. അപ്പോൾ 8നെ നിങ്ങൾ എത്ര കൊണ്ട് ഗുണിക്കണം? 6 കൊണ്ട് ഗുണിക്കണം. സോ y ഈസ് ഈക്വൽ ടു 8 ഇൻറ്റു 6 48. സോ അടുത്ത ചോദ്യം. ദ സ്ലാന്റ് ഹൈറ്റ് ഓഫ് എ റൈറ്റ് സർക്കുലർ കോൺ is 15 centimeter and its diameter is 18 centimeter. What is the volume of a cone? അതായത് ഒരു കോണിൻ്റെ സ്ലാൻഡ് ഹൈറ്റ് തന്നിട്ടുണ്ട്. സ്ലാൻഡ് ഹൈറ്റ് എന്ന് പറയുമ്പോൾ L, അതിൻ്റെ സൈഡിലുള്ള ആ ഒരു ഹൈറ്റ്, സ്ലാൻഡ് ഹൈറ്റ് 15 എന്ന് പറഞ്ഞിട്ടുണ്ട്, ഡയമീറ്റർ 18 എന്നും പറഞ്ഞിട്ടുണ്ട്. ആ കോണിൻ്റെ വോളിയമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ചിത്രത്തിൽ കാണുന്നതാണ് ഈ റൈറ്റ് സർക്കുലർ കോൺ അല്ലെങ്കിൽ വൃത്തസ്തൂപിക എന്ന് പറയുന്ന സാധനം. അതിൽ എച്ച് ഇത് അതിൻ്റെ ഹൈറ്റ് ആണ്, ഇത് അതിൻ്റെ റേഡിയസ് ആണ്. ഇവർ ഈ സ്ലാൻഡ് ഹൈറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഏതാണ്ട് ഈ സാധനമാണ്. ഇതിനെ നമുക്ക് L എന്ന് എടുക്കാം. അപ്പം ഈ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? ഡയമീറ്റർ തന്നിട്ടുണ്ട്. മക്കളെ, ഡയമീറ്റർ 18 ആണെങ്കിൽ റേഡിയസ് എത്ര ആയിരിക്കും? അതിൻ്റെ പകുതി 9 ആയിരിക്കും അല്ലേ? അപ്പം റേഡിയസ് എത്ര കിട്ടി നമുക്ക്? 9 എന്ന് കിട്ടി. റേഡിയസ് ഈസ് ഈക്വൽ ടു 9. ഹൈറ്റ് നമുക്ക് അറിയത്തില്ല, കാരണം ഇതിൻ്റെ വോളിയം എന്ന് പറഞ്ഞാൽ 1/3 πr² h ആണ്. അപ്പോൾ നമുക്ക് ആറും എച്ചും വേണം അല്ലേ? 1/3 πr² h ആണ് ഈ സാധനത്തിൻ്റെ വോളിയം എന്ന് പറയുന്നത്. വോളിയം ഓഫ് എ കോൺ എന്ന് പറഞ്ഞാൽ 1/3 πr² h ആണ്. അപ്പോൾ നമുക്ക് എന്ത് വേണം? ആറും എച്ചും വേണം. ആറുണ്ട്, എച്ച് ഇല്ല. പക്ഷെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? L തന്നിട്ടുണ്ട്. L എത്ര തന്നേക്കുന്നത്? സ്ലാൻഡ് ഹൈറ്റ്, അതാണ് L എന്ന് പറയുന്നത്. എത്ര? 15. മക്കളെ, ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അല്ലയോ? ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അല്ലയോ? അതെ. അപ്പം ഇതിൻ്റെ ബേസ്, പാദം, ഓൾട്ടിറ്റ്യൂഡ്, ലംബം, അപ്പോൾ ഈ സാധനം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? കർണമായിരിക്കും അല്ലേ? സോ L² ഈസ് ഈക്വൽ ടു R² പ്ലസ് H² എന്ന് പറയാമല്ലോ. പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ സമം കർണം സ്ക്വയർ. സോ L² എന്ന് പറയുമ്പോൾ 15ന്റെ സ്ക്വയർ. 15ന്റെ സ്ക്വയർ ഈസ് ഈക്വൽ ടു ആറിൻ്റെ സ്ക്വയർ. ആർ എന്ന് പറയുമ്പോൾ എത്രയാണ്? 9ന്റെ സ്ക്വയർ പ്ലസ് H². 15ന്റെ സ്ക്വയർ 225, 9ന്റെ സ്ക്വയർ 81 പ്ലസ് H². അപ്പോൾ H² എന്ന് പറയുമ്പോൾ 225 നിന്ന് 81 കുറയ്ക്കുക, എത്ര കിട്ടും? 144 എന്ന് കിട്ടും. H² 144 ആണെങ്കിൽ H എന്ന് പറയുന്നത് √144, എത്ര കിട്ടും? 12 കിട്ടും. അപ്പോൾ നമുക്ക് Hന്റെ വാല്യൂയും കിട്ടി. എത്രയാണ്? 12 അല്ലേ? അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? വോളിയം കിട്ടും. സോ 1/3 ഇൻറ്റു പൈക്ക് പകരം നമുക്ക് എന്ത് എഴുതാം? 22/7 എഴുതാം. R² എന്ന് പറയുമ്പോൾ റേഡിയസ് നമുക്കിപ്പോൾ കിട്ടി. എത്ര? 9² അല്ലെങ്കിൽ 9 × 9 എന്ന് എഴുതാം. 9² ഇൻറ്റു H. H നമുക്ക് എത്ര കിട്ടി? 12 എന്ന് കിട്ടി. അപ്പോൾ ഇവിടെ നമുക്ക് വെട്ടിക്കളയാൻ പറ്റുന്ന ഇത് മാത്രമേ ഉള്ളൂ. 3നെ 9 കൊണ്ട് വെട്ടാം. അപ്പോൾ എത്ര കിട്ടും? 3. സോ 22 ഇൻറ്റു 27 ഇൻറ്റു 12 ഡിവൈഡഡ് ബൈ 7 എന്ന് കിട്ടും. സോ ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 1018.28 സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് കിട്ടും. വോളിയം എപ്പോഴും ക്യൂബായിട്ട് വേണം പറയാനായിട്ട്. സോ 1018.28 സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് നമുക്ക് ആൻസർ കിട്ടും. ശരിയാണോ? യെസ്. അപ്പം ഇവിടെ ഓർത്തിരിക്കേണ്ട കാര്യം, കോണിൻ്റെ വോളിയം എന്ന് പറഞ്ഞാൽ 1/3 πr² h ആണ്. അതിൽ L² ഈസ് ഈക്വൽ ടു R² പ്ലസ് H² എന്ന് പറയുന്ന ഷോർട്ട് കട്ട് അല്ലെങ്കിൽ ആ ഒരു ഇക്വേഷൻ ഓർത്തിരുന്നാൽ നിങ്ങൾക്ക് ആറോ ഏതെങ്കിലും രണ്ടെണ്ണം തന്നിട്ട് ഒരെണ്ണം ചോദിച്ചാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് അത് കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം, ദ മിൽക്ക് ആൻഡ് വാട്ടർ ഇൻ എ മിക്സ്ചർ ആർ ഇൻ ദ റേഷ്യോ ഓഫ് 7:5. സോ മിൽക്കും വാട്ടറും 7:5 എന്ന റേഷ്യോയിലാണ്. When 15 liters of water are added to it, the ratio of milk to water in the new mixture becomes 7:8. അതായത് ഇപ്പം 7:5 എന്നുള്ളത് എത്ര ആവുന്നു? 7:8 ആവുന്നു. എന്ത് മാത്രം ആഡ് ചെയ്തപ്പം 15 liters of water. അതായത് വാട്ടർ മാത്രമാണ് നമ്മൾ ആഡ് ചെയ്തത്. അതായത് ഈ റേഷ്യോയിൽ മിൽക്കിന് ഒരു ചേഞ്ചും വന്നില്ല. സോ മിൽക്ക് തന്നെ 7, അപ്പോഴും ഇപ്പോഴും 7 തന്നെ.
പക്ഷേ 5 എന്നുള്ള വെള്ളം 8 ആയി. 5 8 ആയപ്പോൾ എത്ര കൂടി? 3 കൂടി. അപ്പം ആ 3 എന്ന് പറയുന്നതാണ് 15. 3 15 ആണെങ്കിൽ 1 എത്ര ആയിരിക്കും മക്കളെ? 15/3 അല്ലേ? 5 എന്നുള്ളത് 8 ആയപ്പോൾ 3 കൂടി. സോ 3 കൂടിയപ്പം എത്ര ശരിക്കും എത്ര കൂടി? 15 ലിറ്റർ കൂടി. അപ്പോൾ 1 എന്ന് പറഞ്ഞപ്പോൾ എത്ര ആയിരിക്കും? 15/3 എത്ര ആയിരിക്കും? 5 ആയിരിക്കും. ചോദ്യം എന്തുവാ? ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ഇൻ ദ ന്യൂ മിക്സ്ചർ. ടോട്ടൽ പുതിയ മിക്സ്ചർ എന്ന് പറയുന്നത് ഇതാണല്ലോ, ഏത്? ഈ 7:8 ഉള്ളത്. അതിൽ പുതിയ മിക്സ്ചറിലെ വാട്ടറിൻ്റെ അളവ്, വാട്ടറിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന വാല്യൂ എത്ര? 8 ആണ് അല്ലേ? 1 എന്ന് പറഞ്ഞാൽ 5 ആണ്. അപ്പോൾ 8 എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? 5 × 8 40. സോ ആൻസർ 40 ലിറ്റേഴ്സ്. 40 ലിറ്റർ. ആൻസർ എത്രയാണ്? 40 ലിറ്റർ. അടുത്ത ചോദ്യം നോക്കാം. ഇൻ എ കമ്പനി 60% ഓഫ് എംപ്ലോയീസ് ആർ മെയിൽസ് ആൻഡ് റെസ്റ്റ് ആർ ഫീമെയിൽസ്. ഒരു കമ്പനിയിൽ 60% പുരുഷന്മാരുണ്ട്, ബാക്കി സ്ത്രീകളാണ്. അപ്പം 40% അവിടെ എന്തായിരിക്കും? സ്ത്രീകളായിരിക്കും എന്ന് നമുക്കറിയാം. ഇനി എന്താണ്? ഇഫ് 60% ഓഫ് മെയിൽസ് ആർ മാരീഡ്. ഈ പുരുഷന്മാരിൽ 60% പേര് വിവാഹിതരാണ്. പുരുഷന്മാരുടെ മാത്രം കാര്യമാണ് പറയുന്നത്. അതിൽ 60% പേർ വിവാഹിതരാണ്. വൈൽ 40% ഓഫ് ഫീമെയിൽസ് ആർ അൺമാരീഡ്. 40% ഓഫ് ഫീമെയിൽസ് ആർ അൺമാരീഡ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? 40% പേര് കല്യാണം കഴിച്ചിട്ടില്ല. അപ്പം 60% പേര് കല്യാണം കഴിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. ഇഫ് നമ്പർ ഓഫ് മാരീഡ് എംപ്ലോയീസ് ഇൻ ദ കമ്പനി ആർ 120. നമ്മുടെ ആകെ കല്യാണം കഴിച്ചിട്ടുള്ള, ഇവിടെ നമ്പർ ഓഫ് ഉണ്ട്, ഒരു എഫ് ഉണ്ട് കേട്ടോ. ഇഫ് നമ്പർ ഓഫ് മാരീഡ് എംപ്ലോയീസ് ഇൻ ദ കമ്പനി ആർ 120. വിവാഹിതരായിട്ടുള്ള ആകെ ആളുകൾ 120 പേരാണ്, ആണും പെണ്ണും അടക്കം, പുരുഷനും സ്ത്രീയും അടക്കം. ടോട്ടൽ നമ്പർ ഓഫ് എംപ്ലോയീസ് ഇൻ ദ കമ്പനി. ഓക്കെ, സോ കമ്പനിയിലെ ടോട്ടൽ ആളുകളുടെ എണ്ണത്തെ ഞാൻ 100% എടുക്കുന്നു, അല്ലെങ്കിൽ 100 എടുക്കുന്നു. അപ്പം ആരൊക്കെയുണ്ട് കമ്പനിയിൽ? മെയിൽസ് ആൻഡ് ഫീമെയിൽസ് അല്ലേ? പുരുഷന്മാർ എത്രയാണ്? 60% ആണ്. അപ്പോൾ ഫീമെയിൽസ് എത്രയാണ്? 40% ആയിരിക്കും. ഇനി പുരുഷന്മാരിൽ തന്നെ വിവാഹം കഴിച്ചവരും കഴിക്കാത്തവരും, ടിക്കറ്റ് അയക്കുന്നത് മാരീഡ് ആയിട്ടുള്ളവർ, അല്ലാത്തവർ. മാരീഡ് ആയിട്ടുള്ള എത്രയാണ്? 60% മാരീഡ്, അതായത് 60% 60%. 60% 60%. എത്ര? 36. 36% പേര് വിവാഹം കഴിച്ചവരാണ്. അപ്പോൾ 36% എന്ന് പറഞ്ഞാൽ ആകെ ടോട്ടലിലെ പുരുഷന്മാരിലെ 36%, അതായത് പുരുഷന്മാരിലെ 60%, അതായത് 100 എടുത്താൽ, ശതമാനം എല്ലാം കളഞ്ഞ് നമ്മളിത് 100 എടുത്താൽ 100ൽ 60 പുരുഷന്മാരും 36 വിവാഹം കഴിച്ചവരാണ്. സോ ബാക്കി എത്ര? 60 - 36. 60 പേര് 36 പേര് കല്യാണം കഴിച്ചെന്ന് പറഞ്ഞാൽ ബാക്കി എത്ര ആയിരിക്കും? 24 പേര് ഭാഗ്യവാന്മാർ, കല്യാണം കഴിച്ചിട്ടില്ല. ഓക്കെ, സോ അടുത്തത് സ്ത്രീകൾ. 40% പേര്, ആകെ സ്ത്രീകൾ 40% പേരാണുള്ളത്. അതിലും മാരീഡും അൺമാരീഡും അല്ലേ? മാരീഡും അൺമാരീഡും. അതിൽ മാരീഡ് ആയിട്ടുള്ള ഏതാണ്? 40% ഓഫ് ഫീമെയിൽസ് ആർ അൺമാരീഡ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അതായത് 40ന്റെ 40% കല്യാണം കഴിച്ചിട്ടില്ല. 40 × 40% എന്ന് പറയുമ്പോൾ 16 പേര് വിവാഹം കഴിച്ചിട്ടില്ല. അപ്പോൾ കഴിച്ചവർ എത്ര? 60% പേര്. എത്ര? 24. അപ്പം 24% പേര്, അല്ലെങ്കിൽ 24 പേര് വിവാഹം കഴിച്ചു. സോ ആകെ വിവാഹം കഴിച്ചവർ എത്ര? പുരുഷന്മാരിൽ നിന്നൊരു 36, സ്ത്രീകളിൽ നിന്നൊരു 24. സോ ടോട്ടൽ വിവാഹം കഴിച്ചവർ എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 36ഉം 24ഉം എത്ര? 60%. സോ ആ 60%ആണ് 120. 60% 120 ആണെങ്കിൽ 1% എത്ര മക്കളെ? 2 ആയിരിക്കും. 60 മുട്ടായിക്ക് 120 രൂപയാണെങ്കിൽ ഒരു മുട്ടായുടെ വില എത്ര? 2. 1 2 ആണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? മൊത്തം, അതായത് 100% എത്ര ആയിരിക്കും? 1 2 ആണെങ്കിൽ 100 എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 200 ആയിരിക്കും. സോ ആൻസർ എത്ര മക്കളെ? 200. അടുത്ത ചോദ്യം നോക്കാം. ഏജ് ഓഫ് ഫാദർ, മദർ ആൻഡ് സൺ. ഫാദർ, മദർ ആൻഡ് സൺ in the ratio 7:4:1. സം ഓഫ് ദർ ഏജസ് ഇസ് 84. ഓക്കെ, അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടിയാൽ എത്ര കിട്ടും? 7 4 അല്ലെങ്കിൽ 4 1 5 7 5 12. ഈ 12 എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 84 ആയിരിക്കും. അതവിടെ കിടക്കട്ടെ. ഇവിടെ ചോദ്യം അതൊന്നും അല്ല. ഏജ് ഓഫ് മദർ, അമ്മയുടെ വയസ്സ്, is approximately what percentage of age of father. അപ്പോൾ ഇവരുടെ ശരിക്കുള്ള വയസ്സ് കണ്ടുപിടിക്കണോ? വേണ്ട, പെർസെൻറ്റേജ് അല്ലേ ചോദിച്ചിരിക്കുന്നത്, റേഷ്യോ വെച്ച് ചെയ്താലും മതി. അമ്മയുടെ വയസ്സ് അച്ഛൻ്റെ വയസ്സിൻ്റെ എത്ര ശതമാനമാണ്? സോ അച്ഛൻ്റെ വയസ്സിൻ്റെ എത്ര ശതമാനം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ വിത്ത് റെസ്പെക്ട് ടു ഫാദർ, അപ്പം അച്ഛൻ്റെ വയസ്സിൻ്റെ എത്ര ശതമാനം? സോ അച്ഛൻ്റെ വയസ്സിൽ അമ്മയുടെ വയസ്സ് എത്ര ശതമാനം? കാരണം അച്ഛൻ്റെ വയസ്സുമായിട്ടാണ് കമ്പയർ ചെയ്യേണ്ടത്. ആരെയാണോ കമ്പയർ ചെയ്യുന്നത് അയാളെ ബേസ് ആയിട്ട് എടുക്കണം. സോ അച്ഛൻ്റെ വയസ്സ് 7, അമ്മയുടെ വയസ്സ് 4. 7/4 × 100 എന്ന് പറയുമ്പോൾ 400/7 എന്ന് വരും. 7 5 35 വീണ്ടും 5 50 7 7 49. അപ്രോക്സിമേറ്റ്ലി 57%. കറക്റ്റ് അല്ല, 57 പോയിന്റ് സംതിങ് വരും. സോ അപ്രോക്സിമേറ്റ്ലി 57%. ശരിയാണോ? തീർച്ചയായിട്ടും.
സോ ഇവിടെ നമ്മൾ ശരിക്കും അവരുടെ വയസ്സ് വേണമെങ്കിൽ നമുക്ക് 12 വെച്ചോണ്ട് 1 7 അച്ഛന് 49 വയസ്സ് അമ്മയ്ക്ക് ഇത്ര വയസ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ചെയ്യാം. പക്ഷെ അതിൻ്റെ ആവശ്യമില്ല. ഇവിടെ ചോദ്യം പെർസെൻറ്റേജ് ആയതുകൊണ്ട് നിങ്ങൾക്ക് റേഷ്യോ മാത്രം മതി. ടോട്ടൽ സമ്മ് തന്നിട്ടില്ലെങ്കിൽ 84 വയസ്സാണെന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും ഈ ചോദ്യത്തിന് ഉത്തരം നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. സോ അടുത്ത ചോദ്യം, മനീഷ് ബോട്ട് എ സേഫ് ഫോർ ₹18,000. 18,000 രൂപയ്ക്ക് മനീഷ് ഒരു സാധനം വാങ്ങിച്ചു. ഓക്കെ, ആൻഡ് പെയ്ഡ് ഫോർ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് 2,000 രൂപ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കൊടുത്തു. അപ്പോൾ മനീഷിന് ആകെ എത്ര ചിലവായി? 20,000 രൂപ. മക്കളെ ഒരു കാര്യം ഓർത്തോണം, ഒരു സാധനം വാങ്ങിക്കാൻ നിങ്ങൾക്ക് ആകെ എത്ര രൂപ ചിലവായോ അതിനെ വിളിക്കുന്ന പേരാണ് നിങ്ങളുടെ കോസ്റ്റ് പ്രൈസ്. എത്രയാണ്? 20,000 രൂപ. അപ്പോൾ 20,000 രൂപയാണ് നിങ്ങളുടെ എന്ത് കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ ഈ സാധനം വിൽക്കുന്നത് എത്രയാണ്? സെല്ലിംഗ് പ്രൈസ് എത്ര? 25,000 രൂപ. അപ്പോൾ 20,000 രൂപയുടെ സാധനം 25,000 രൂപയ്ക്ക് വിറ്റാൽ നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്ന ലാഭം എത്രയായിരിക്കും? പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു 5,000 റുപ്പീസ്. കാരണം 20,000 രൂപയുടെ സാധനം 25,000 രൂപയ്ക്ക് വിറ്റു, 5,000 രൂപ ലാഭം. പ്രോഫിറ്റ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കേണ്ടത്. പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100. പ്രോഫിറ്റ് എത്ര? 5,000. കോസ്റ്റ് പ്രൈസ് എത്ര? കോസ്റ്റ് പ്രൈസ് എത്ര? 20,000 ഇൻറ്റു 100 ഇൻറ്റു 100. സോറി, ഇവിടെ 3 പൂജ്യം, ഇവിടെ 4 പൂജ്യം വെട്ടിക്കളഞ്ഞു. അങ്ങനെ പാടില്ല. മുകളിൽ 3 പൂജ്യം ആണെങ്കിൽ താഴെ 3 പൂജ്യം വെട്ടിക്കളയും. സോ 5/20 എന്ന് പറയുമ്പോൾ 1/4 എന്ന് കിട്ടും. അതായത് 100/4 എത്ര കിട്ടും? 25% ലാഭം. സോ ആൻസർ എത്ര? 25% പ്രോഫിറ്റ്. ശരിയാണോ? യെസ്, 25% ലാഭം. അടുത്ത ചോദ്യം, ദ ഡിഫറൻസ് ബിറ്റ്വീൻ 20% ലോസ് ആൻഡ് 15% പ്രോഫിറ്റ് വൈൽ സെല്ലിംഗ് എ ഡോൾ വാസ് ₹189. 20% നഷ്ടം എന്ന് പറഞ്ഞാൽ എന്താ? കോസ്റ്റ് പ്രൈസ് നിങ്ങൾ 100% ആയിട്ട് എടുത്താൽ ലോസ് എത്ര ആയിരിക്കും? 20% ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ സെല്ലിംഗ് പ്രൈസ് എത്ര ആയിരിക്കും? നിങ്ങളുടെ സെല്ലിംഗ് പ്രൈസ് എത്ര ആയിരിക്കും? 80 ആയിരിക്കും. ആൻഡ് 15% പ്രോഫിറ്റ്, അവിടെയും സെയിം സാധനം തന്നെ. കോസ്റ്റ് പ്രൈസ് 100%, പ്രോഫിറ്റ് 15%, സെല്ലിംഗ് പ്രൈസ് 115%. അപ്പം ഈ 80%വും ഈ 115%വും തമ്മിലുള്ള വ്യത്യാസം എത്ര ആയിരിക്കും? 35%. അല്ലേ? ആ 35% ആണ് ഇവർ പറഞ്ഞിരിക്കുന്നത് 189 ആണെന്ന്. കണ്ടുപിടിക്കേണ്ടത് എന്താ? വാട്ട് ഷുഡ് ബി ദ സെല്ലിംഗ് പ്രൈസ് ഓഫ് ദ ഡോൾ ഇഫ് ദ പ്രോഫിറ്റ് ഏൺഡ് ഈസ് 10%. അപ്പോൾ 10% ലാഭം എന്ന് പറഞ്ഞാൽ എന്താ? 10% പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? കോസ്റ്റ് പ്രൈസ് 100% ആണെങ്കിൽ പ്രോഫിറ്റ് 10% ആയിരിക്കും, സെല്ലിംഗ് പ്രൈസ് 110% ആയിരിക്കും. അല്ലേ? അപ്പോൾ 35% 189 ആണെങ്കിൽ നമുക്ക് 110% കണ്ടുപിടിച്ചാൽ മതി. 1% എത്ര ആയിരിക്കും? 189 ഡിവൈഡഡ് ബൈ 35. അപ്പോൾ 1% കിട്ടും. നമുക്ക് വേണമെങ്കിൽ ഇതിനെ ഹരിച്ച് നോക്കാം. 2നെ 7 കൊണ്ട് ഹരിക്കാം. 7 ഇവിടെ 5 പ്രാവശ്യം. 7 2 14 27. 27/5 എന്ന് കിട്ടും. സോ 1% എന്ന് പറയുമ്പോൾ 27/5 എന്ന് കിട്ടും. സോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 110%. സോ 110% എത്ര എന്ന് പറയുമ്പോൾ 27/5 ഇൻറ്റു 110. 5 എന്ന് പറയുമ്പോൾ ഇവിടെ 22 കിട്ടും. സോ 27 ഇൻറ്റു 22 എന്ന് പറയുമ്പോൾ എത്രയാണ്? 27 2 പ്രാവശ്യം ആകുമ്പോൾ 54. പിന്നെ 594 എന്ന് ആൻസർ കിട്ടും. സോ ആൻസർ എത്രയാണ്? 594. ഓപ്ഷൻ എ ശരിയാണോ? തീർച്ചയായിട്ടും. RPF കോൺസ്റ്റബിൾ SI പരീക്ഷയുടെ കുറച്ച് ചോദ്യങ്ങൾ മാത്രമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. സോ കൂടുതൽ ചോദ്യങ്ങൾ വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പം ഇതേപോലെയുള്ള ക്ലാസ്സുകൾ ഇനി പരീക്ഷ വരെ ഇതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. അപ്പോൾ കൂടുതൽ ചോദ്യങ്ങൾ നിങ്ങളിലോട്ട് എത്തിക്കാനായിട്ട് ഞാൻ ശ്രമിക്കാം. അപ്പോൾ ഞാൻ എല്ലാ ക്ലാസ്സിലും പറയുന്ന പോലെ കഴിയുന്നത്ര ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. എത്രത്തോളം ചോദ്യങ്ങൾ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ചോദ്യങ്ങൾ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. അടുത്ത ക്ലാസ്സിലൂടെ നമുക്ക് വീണ്ടും കാണാം.